നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം സഹാബത്തിന്റെ ഇടയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരവും നോമ്പും ദിക്റുകളും നമുക്ക് എത്രയേ പഠിക്കാണ്ട്, എത്രയേ ചെയ്യാണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ച സഹീഹായ പ്രാർത്ഥനകള്, ദിക്റുകള്, ചര്യകള്, ഇതൊക്കെ നമുക്ക് എത്രയോ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാല് അത് വലിയ തെറ്റാണ്. അല്ലെ? കാരണം ഇന്നേ ദിവസം ഈ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നൂന്നാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു ആചാരം ഇപ്പൊ റബീഉൽ അവ്വൽ വരാൻ പോവാണ്. നോക്കി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് സ്വഹീഹായ റിപ്പോർട്ട് പോലുമില്ല. ആകുള്ളത് എന്താണ്? നബി 12-നാണ് മരിച്ചത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. കാരണം നബി ജനിച്ചപ്പോൾ നബി ആയിരുന്നില്ല. അറബികൾക്കിടയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ശീലമല്ല. അതുകൊണ്ട് തന്നെ ജന്മദിനം അവർ ഓർത്തു വെക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ജനിച്ചത് കാണാൻ സാധ്യമല്ല. പിന്നെ റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചത്. അന്ന് പ്രത്യേക പ്രാർത്ഥനകൾ, അന്ന് പ്രത്യേക സലാത്തുകൾ, പ്രത്യേക ബൈത്ത്, പായസം, ബിരിയാണി, ജാഥ. സഹോദരങ്ങൾ, എന്തിനു വേണ്ടി? നബിയുടെ പുണ്യം കിട്ടാൻ വേണ്ടി, നബിയുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി. നബിയുടെ ഇഷ്ടം കിട്ടാൻ സഹോദരങ്ങളെ നബിയെ ജീവിതത്തിൽ പിൻപറ്റണം. നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ ആരാണ്? സഹാബത്താണ്. സഹാബത്താണ് നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു എന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയപ്പോൾ ആ മുഹമ്മദ് എന്ന് പേര് ഉച്ചരിക്കാൻ പറ്റാതെ ബിലാൽ ബാങ്ക് നിർത്തിയതാണ്. ബിലാൽ ബാങ്ക് നിർത്തി. പിന്നെ ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിലെ മുഹമ്മദ് എന്ന പേരുച്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല. ആ ബിലാൽ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നബിയെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ബിലാല് റബീഉൽ അവ്വൽ 12-ന് ജാഥ നടത്തിയിട്ടില്ല. റബീഉൽ അവ്വൽ 12-ന് ഒരു സലാത്ത് പോലും ചൊല്ലിയിട്ടില്ല. റബീഉൽ അവ്വൽ 12-ന് ഒരു കാരക്ക പോലും ഒരാൾക്ക് ദാനമായി കൊടുത്തിട്ടില്ല. ഒരു തസ്ബീഹ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിച്ചോ അല്ലെങ്കിൽ ബിലാൽ റബീഉൽ അവ്വൽ 12-ന് ചൊല്ലിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ബിലാൽ എന്നല്ല ഒരു സഹാബിയും ചൊല്ലിയിട്ടില്ല. അല്ലേ? ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ആരാണ്? ഏറ്റവും വലിയ ഔലിയാക്കന്മാർ സഹാബത്താണ്. ഔലിയാക്കന്മാരുടെ ദറജയിൽ ഏറ്റവും വലിയ ഔലിയ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബാണ്. അത് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബാണ്. അത് കഴിഞ്ഞാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 10 ആളുകളിൽ 6 ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ടേ ഏറ്റവും വലിയ ഔലിയവരും വരുള്ളൂ. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഔലിയാക്കന്മാരുടെ ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റാണിത്. ഈ ഉമ്മത്തിലെ ഏറ്റവും നബിക്ക് ശേഷം ഏറ്റവും ദറജയുള്ള വ്യക്തി ആരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. അതിൽ സംശയമില്ല. 2-നാണ് ഉമർ ഇബ്നു ഖത്താബാണ്. അത് കഴിഞ്ഞിട്ട് ആരും വരുള്ളൂ. ഈ പറഞ്ഞ ആരും തന്നെ ഒരു സഹാബി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബീഉൽ അവ്വൽ 12-ന് ഒരു പ്രത്യേക ബൈത്തോ ഒരു സലാത്തോ ഒരു ദിക്റോ ചൊല്ലിയതായിട്ട് കാണാൻ സാധ്യമല്ല. ഒരു കാരക്ക പോലും അധികം കൊടുത്തത് ദാനം ചെയ്തതായിട്ട് കാണാൻ സാധ്യമല്ല. പിന്നെ എന്താ ചെയ്ത്? അവർ തിങ്കളാഴ്ച നോമ്പ് നോറ്റിരുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച നോമ്പ് നോക്കിയാൽ എന്തേ പറ്റുള്ളൂ? തിങ്കളാഴ്ച നോമ്പ് എടുക്കാനേ പറ്റുള്ളൂ. റബീഉൽ അവ്വൽ 12-നല്ല ആഘോഷിക്കേണ്ടത്. തിങ്കളാഴ്ച നോമ്പ് നോറ്റു എന്നത് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാനുള്ള തെളിവേ ആകുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യവും നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് നമ്മൾ ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അത് നമുക്ക് നബിയാണ് കോരിത്തരിക. ആ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ അള്ളാഹുവിന്റെ റസൂൽ ആട്ടിയകറ്റുമെന്നാണ്. നിങ്ങൾ ദൂരെ പോകൂ എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസറിന്റെ കരയിൽ നിന്ന് ആട്ടിയകറ്റുമെന്നാണ്. ആരാണവർ? നബിക്ക് ശേഷം എനിക്ക് ശേഷം എന്റെ മതത്തിൽ പുതുതായി ആചാരങ്ങൾ കടത്തിക്കൂട്ടിയ ആളുകളായിരിക്കും അവർ എന്നാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും വിദഅത്ത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂല് നിങ്ങൾ ഏതൊരു കാര്യം സുന്നത്ത് അനുഷ്ഠിക്കണ്ടോ അത് പ്രവാചകൻ ചെയ്തതാണോ, സഹാബത്ത് ചെയ്തതാണോ, പ്രവാചകനിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയതാണോ, അങ്ങനെ പ്രവർത്തിച്ചതാണോ, അതല്ല പ്രവാചകനിൽ നിന്നോ സഹാബികളിൽ നിന്നോ മാതൃകയില്ലാത്ത ഒരാചാരവും അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കബർ കെട്ടിപ്പൊക്കലും ഈ കബറുമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അതൊന്നും ഇസ്ലാമിന്റേതല്ല, പ്രവാചകന്റേതല്ല, സഹാബത്ത് അതിന് മാതൃകയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക.